ഹായ് ഗൈസ്, കാറ്റത്തെ കിളിക്കൂട് പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്മായി കിട്ടിയ അവസരം മുതലാക്കി ഭാസ്കരനെയും കുടുംബത്തെയും അവഹേളിക്കാൻ നോക്കുന്നുണ്ട്. ഭാസ്കരൻ 2 ഭാര്യമാരെയും കൊന്നതിൻ്റെ പ്രായശ്ചിത്തം ചെയ്യാനാണ് അമ്പലത്തിൽ വന്ന വഴിപാടുകൾ കഴിക്കുന്നത് എന്നൊക്കെ പറയുന്നു. ഇത് കേട്ട് ദേഷ്യപ്പെട്ട് ഭാസ്കരൻ അവിടെ നിന്നും പോകുമ്പോൾ സുഭാഷ് അമ്മായിയോട്, ദേ അമ്മായി, വെറുതെ ഓരോന്നും ഇല്ലാത്തത് പറഞ്ഞ് അലമ്പുണ്ടാക്കല്ലേ, മര്യാദയ്ക്ക് തൊഴുതിട്ട് പോവാൻ നോക്ക് എന്ന് പറയുന്നു. പിന്നീട് മണിയേട്ടൻ എല്ലാവർക്കും അവിടെ തന്നെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഏർപ്പാട് ചെയ്യുന്നുണ്ട്. പിന്നീട് ചാന്ദിനി കുളിക്കാൻ പോകുമ്പോൾ കുളിമുറിയുടെ അടുത്തായി വെള്ളത്തിൽ ചവിട്ടി വീഴാൻ പോകുന്നു. സുഭാഷ് ഇത് കണ്ട് ഓടി വന്ന് പിടിക്കുന്നുണ്ട്. സുനന്ദയ്ക്ക് ഇത് കാണുമ്പോൾ വിഷമം ആകുന്നുണ്ടെങ്കിലും സുഭാഷ് ഏട്ടൻ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കട്ടെ എന്ന് കരുതുന്നു. അതേസമയം കുടുംബത്തിന്റെ ഐശ്വര്യത്തിനായി ഇനിയും കുറേ പൂജകളും വഴിപാടുകളും ഉണ്ട് എന്ന് മണിയേട്ടൻ പറയുമ്പോൾ നിധി അതൊക്കെ ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്. അന്നേരം ഇവിടെ നീതുവിന്റെ വീട്ടിൽ നീതുവിന്റെ ചേട്ടൻ ഒരു സുഹൃത്തിനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അമ്പലത്തിൽ വെച്ച് നീതുവിന്റെ കല്യാണം നടത്താൻ തീരുമാനിക്കുന്നു. അതിനായി നീതുവിന്റെ അമ്മയും അച്ഛനുമൊക്കെ ഒരുങ്ങുന്നു. അയാൾക്ക് സ്ത്രീധനമായി ഒരു ബൈക്ക് മാത്രം കൊടുത്താൽ മതിയെന്നും അത് എൻ്റെ ഓട്ടോ വിറ്റിട്ടായാലും കൊടുക്കാമെന്ന് നീതുവിൻ്റെ അച്ഛന് സമ്മതിക്കുന്നു. ഡ്രസ്സ് മാറുമ്പോൾ നീതുവിൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഇത് വല്ലതും നടക്കുമോടാ എന്ന്. അപ്പോൾ ഏട്ടൻ പറയുന്നത്, അവനും അവൻ്റെ ഫാമിലിയും ഇവിടെ ഇല്ല, അവർ തിരിച്ചു വരും മുമ്പ് എല്ലാം കഴിയണം എന്ന് പറയുമ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ പേടി തോന്നുക എന്ന് നീതുവിൻ്റെ അമ്മ പറയുന്നു. നിങ്ങൾ അവളെയും കൊണ്ട് അമ്പലത്തിൽ വന്നാൽ മതി, ബാക്കിയെല്ലാം ഞാൻ ഏറ്റു എന്ന് പറയുന്നുണ്ട് അവനീഷ്. അങ്ങനെ നീതുവിനെ അമ്പലത്തിൽ ചില വഴിപാടുകളുണ്ട്, നീ വേഗം സാരി ഉടുത്തു വാ എന്ന് നുണ പറഞ്ഞ് നീതുവിനെ അവളുടെ അമ്മ അമ്പലത്തിൽ എത്തിക്കുന്നു. എൻ്റെ മുമ്പിൽ വെല്ലുവിളിച്ചിട്ടാ അവൻ പോയത്, അവന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കൂട്ടുകാരനെ മണവാള വേഷത്തിൽ കണ്ട് അഭിനന്ദിക്കുന്നുണ്ട് നീതുവിൻ്റെ ഏട്ടൻ. അങ്ങനെ ഒന്നും അറിയാതെ നീതു അമ്പലത്തിൽ എത്തുന്നു. ബലം പിടിച്ച് നീതുവിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ ശ്രമിക്കുമ്പോഴാണ് നീതു സത്യം അറിയുന്നത്. ഉടൻ തന്നെ നീതു തല ചുറ്റുന്ന പോലെ അഭിനയിച്ച് താൻ ഗർഭിണിയാണ് എന്ന് അവരോട് പറയുന്നു. അങ്ങനെ താലി കെട്ടാനും താലി കെട്ടിക്കാനും വന്നവരെ പറ്റിച്ചുകൊണ്ട് നമ്മുടെ നീതു തകർത്തഭിനയിച്ചു. ഏതായാലും കല്യാണം മുടങ്ങി. ഇത്രയുമാണ് പ്രമോ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.